ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി ദൈവം ഒരുത്തനെ തിരഞ്ഞെടുക്കുകയാണ്. ഉദാഹരണത്തിന് കുറുക്കന്മാരെടുത്തു വന്നു, കുറുക്കന്മാരെ വിളിച്ചു കൂട്ടി ഈരണ്ടായി അവരുടെ വാലിൽ തീ വെച്ച് കെട്ടി ഫെലിസ്തീനയുടെ ഗോതമ്പ് പാടത്തേക്ക് അയച്ചു. ഇത് നമ്മൾ നോക്കുമ്പോൾ ഒരു എന്താ പറയുന്ന ഒരു കുസൃതി പണിയായിട്ട് തോന്നും. പക്ഷെ യഥാർത്ഥത്തിലെ കുസൃതി അല്ല, അത് ദൈവത്തിന്റെ പദ്ധതിയാണ്. ഇനിയും ശിംശോൻ മരിക്കുന്ന സമയത്ത് ചിലർ പറയുന്നത് ശിംശോൻ ആത്മഹത്യ ചെയ്തെന്ന ഞാൻ ചിലർ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ അത് ആത്മഹത്യ അല്ല, അത് ദൈവത്തിന്റെ പദ്ധതിയാണ്. ഇങ്ങനെയുള്ള വിഷയങ്ങള് സമയമെടുത്ത് ദൈവസ്ഥാനത്തിൽ ചിന്തിക്കണം. ബൈബിളിന്റെ എല്ലാ ഭാഗങ്ങളിലും ദൈവം ചില സംശയങ്ങൾക്ക് അവിടെ തന്നെ നിവൃത്തി വരുത്തിയിട്ടുണ്ട്. അപ്പോൾ 14-ാം അധ്യായമാണ് ശിംശോനെ കുറിച്ചുള്ള നമ്മുടെ തെറ്റിദ്ധാരണകൾ മാറ്റുവാൻ തക്കവണ്ണം കർത്താവ് എഴുതി വച്ചിരിക്കുന്നത്. എന്താണ് ഇതെല്ലാം? യഹോവയാൽ സംഭവിച്ചു. ശിംശോൻ ജനിക്കുവാനും ശിംശോൻ വളരുവാനും ശിംശോൻ ഒരു നാസറീനാകുവാനും ശിംശോൻ അനുസരണക്കേട് കാണിക്കുവാനും, നമ്മളുടെ കാഴ്ചയിൽ കേട്ടോ, മനുഷ്യന്റെ ദൃഷ്ടിയിൽ ശിംശോൻ അനുസരണക്കേട് കാണിക്കുവാനും, അതെല്ലാം ദൈവത്തിന്റെ പദ്ധതി. ശിംശോൻ പോലും അറിഞ്ഞില്ല കേട്ടോ, താൻ ചെയ്യുന്ന കാര്യങ്ങൾ തനിക്ക് പോലും അറിയില്ല, ഒരു സാധാരണക്കാരനാ. പക്ഷെ ആ സാധാരണ മനുഷ്യന്റെ മേൽ ദൈവാത്മാവ് ആവസിക്കുമ്പോൾ അവനൊരു അയൺമാനായി തീരുകയാണ്, ഒരു ഉരുക്കു മനുഷ്യനായി തീരുകയാണ്. ഓർത്തു നോക്കിയേ, കയ്യിൽ കെട്ടിയ ചരടുകൾ ചണച്ചരട് പോലെ കത്തിപ്പോകുന്നു. കഴുതിയുടെ പച്ച താടിയല്ലുകൊണ്ട് കുന്നൊന്ന് കുന്നു രണ്ട് ആരെയാ? ഫിലിസ്തീനെയാ കേട്ടോ, അല്ലാതെ യഹൂദന്മാരെ അല്ല. എന്നുവെച്ചാൽ സ്വന്തം ജനത്തെ അല്ല വകവരുത്തിയത്. സ്വന്തം ജനത്തെ വകവരുത്തിയെങ്കിൽ പറയായിരുന്നു ബോധക്കേട് കാണിക്കുകയാണ്. അങ്ങനെയല്ല. കാരണം ശിംശോൻ എന്ന ദൈവത്തിന് എപ്പോഴും പ്രവർത്തിക്കുവാൻ, തന്റെ പദ്ധതികൾ ചെയ്യുവാനായിട്ട് ഒരു മനുഷ്യനെ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് പ്രവാചകന്മാർ പറയുന്നത്, ആര് പോകാമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പോകാം എന്ന് യെശയ്യാവ് പറയുന്നത്. അതുകൊണ്ടാണ് ദൈവത്തിന് ഒരു മനുഷ്യനെ ആവശ്യമുണ്ട്. അപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളോട് ഞാൻ ഒരു ദൂത് പറയാം. ദൈവത്തിന് ഈ നിമിഷവും ഈ ലോകത്തിൽ തന്റെ പ്രവൃത്തികൾ ചെയ്യുവാനായിട്ടൊരു മനുഷ്യനെ ആവശ്യമുണ്ട്. ദൈവം നോക്കിക്കൊണ്ടിരിക്കുക, ആരുണ്ട് എനിക്ക് വേണ്ടി പോകുവാൻ. അങ്ങനെയുള്ളവന്റെ മേൽ ദൈവം തന്റെ ആത്മാവിനെ വെക്കും. അത് ഇന്നും ചെയ്യും. പഴയ നിയമത്തിൽ ചെയ്തു, അത് ഇന്നും ദൈവം ചെയ്യുവാൻ ശക്തനാണ്. അതിന് ദൈവം തയ്യാറാണ്. നമ്മൾ തല കുനിച്ച് കൈകൂപ്പി ദൈവമുമ്പാകെ കൊടുത്താൽ മതി. കർത്താവ് ഞാൻ തയ്യാറാണ്, ലോകത്തിന്റെ അറ്റത്തോളം പോയിട്ട് കർത്താവെ നിനക്ക് സാക്ഷിയാകുവാൻ ഞാൻ തയ്യാറാണ് എന്ന ഒരു വാക്ക് നിങ്ങൾ ദൈവ മുൻപാകെ സമർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ മേൽ ദൈവം ആ നിയോഗം വയ്ക്കുവാൻ ദൈവം തയ്യാറാണ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ മുൻപോട്ട് പോകുമ്പോൾ ഈ ശിംശോന്റെ കാര്യത്തിൽ നമുക്കറിയാം, താൻ ഏകദേശം ഒരുപക്ഷെ 30 വയസ്സായപ്പോഴായിരിക്കും ഈ നിയോഗം ഏറ്റെടുക്കുന്നത്. അതിനുശേഷം തന്നെ മരണം വരെ എന്തു ചെയ്തു? ഇസ്രായേലിന്റെ മേൽ വാണിരുന്ന ഫെലിസ്ത്യരെ 1, 2, 3 ക്രമത്തിൽ അവരെ വകവരുത്തി ഇസ്രായേലിനെ ഫെലിസ്ത്യരുടെ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കുകയാണ്. അങ്ങനെ ശിംശോന്റെ കാലം വന്നപ്പോൾ ആ ന്യായാധിപന്മാരുടെ ഭരണം തീരുകയാണ്. പിന്നീട് വരുന്നത് നമുക്കറിയാം ശമൂവേൽ പ്രവാചകനാണ്. ശമൂവേൽ ഒരു ന്യായാധിപനായിട്ട് ന്യായം നടത്തിയെങ്കിൽ യഥാർത്ഥത്തിൽ ഒരു പ്രവാചകനായിരുന്നു. താൻ യുദ്ധങ്ങളൊന്നും ചെയ്യുവാൻ പോയില്ല, യുദ്ധവീരനൊന്നും അല്ലായിരുന്നു. പക്ഷേ തന്റെ മേൽ ദൈവാത്മാവ് ഉണ്ടായിരുന്നു. ദൈവം വിളിച്ചു കൊടുത്തതാണ്. ആ നിയമം കൊടുത്തപ്പോൾ പ്രവചനം എന്ന ശുശ്രൂഷയിലൂടെ ഇസ്രായേലിൽ ന്യായപാലനം ചെയ്ത ആദ്യത്തെ ന്യായാധിപനാണ് ആര്? ശമൂവേൽ പ്രവാചകൻ. ശമൂവേൽ പ്രവാചകന്റെ കാലം കഴിഞ്ഞ് രാജപ്രമാണം ഇസ്രായേൽ മക്കൾ തന്നെ തങ്ങളുടെ മേൽ വിളിച്ചു വരുത്തുകയാണ്. അത് ദൈവത്തിന് അനിഷ്ടമാവുകയാണ്. അങ്ങനെയാണ് ആ പഴയ നിയമം നമ്മൾ പഠിച്ചു. അപ്പോൾ നമ്മൾ ഇത്രയും നേരം കേട്ടത് എന്താണ്? പഴയ നിയമത്തിൽ ചിലരുടെ മേൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ എന്തൊക്കെയാണ് സംഭവിച്ചത്? അത് ഞാൻ പറഞ്ഞല്ലോ. യോവേൽ പ്രവചനത്തിലെ ഒരു മേൽ എന്ന ഒരു പദം എടുത്തുകൊണ്ടാണ് നമ്മളത് സസൂക്ഷ്മം മനസ്സിലാക്കിയത്. ഇതൊന്നും പരിശുദ്ധാത്മാവിൽ സ്നാനം അല്ല എന്ന് പറയുവാനാണ് ഞാൻ ഇത്രയും നിങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞു തന്നത്. പഴയ നിയമത്തിൽ കാണുന്നതായ പരിശുദ്ധാത്മ ദൈവാത്മ പകർച്ച, ദൈവാത്മ ഒരുവന്റെ മേൽ വരുന്നത്, ഒരുവന്റെ മേൽ നിന്ന് വേറൊരുവന്റെ മേൽ പോകുന്നത്, ഇതൊക്കെ ദൈവത്തിന്റെ നിയോഗവും ദൈവത്തിന്റെ അഭിഷേകവുമാണ്. രാജാക്കന്മാരുടെ മേൽ തൈലം ഒഴിച്ചപ്പോൾ അതുപോലെ തന്നെ അവരുടെ മേൽ ദൈവാത്മാവ് വന്നത്. ദാവീദിന്റെ മേൽ തൈലം ഒഴിച്ചപ്പോൾ ദൈവാത്മാവ് വന്നത്. പ്രവാചകന്മാരെ അഭിഷേകം ചെയ്യുമ്പോൾ, പുരോഹിതന്മാരെ അഭിഷേകം ചെയ്യുമ്പോൾ അവരുടെ മേൽ ദൈവാത്മാവ് വരുന്നത്. ഇതൊക്കെ ദൈവത്തിന്റെ അഭിഷേകമാണ്. അഭിഷേകം എന്ന് പറഞ്ഞാൽ എന്താ? നിയോഗം. ഒരു പ്രത്യേക ദൈവിക കാര്യത്തിന് വേണ്ടി വേർതിരിക്കുന്ന പ്രക്രിയയാണ് അഭിഷേകം എന്ന് പറയുന്നത്. നമ്മളത് പരിശുദ്ധാത്മാവിൽ സ്നാനത്തിന് ഉപയോഗിക്കുകയാണ്. കാരണം എന്താണ്? പരിശുദ്ധാത്മാവിൽ സ്നാനത്തിൽ നമ്മെ ക്രിസ്തുവിന്റെ സാക്ഷികളായി നിയോഗിക്കുകയാണ്.
മാറ്റിവെക്കുകയാണ്. അതുകൊണ്ടാണ് ആ പദം നമ്മൾ പെന്തക്കോസ്ത് സഭകളിൽ ആ പദം ഉപയോഗിക്കുന്നത്. നമ്മൾ സ്നാനം എന്ന് പറയാതെ നമ്മൾ പരിശുദ്ധാത്മ അഭിഷേകം എന്നാണ് പറയുന്നത്. പരിശുദ്ധാത്മ അഭിഷേകം അന്യഭാഷ അടയാളത്തോടെ പ്രാപിക്കണമെന്ന് നമ്മുടെ ദേവദാസന്മാർ പറയാറുണ്ട്. എനിക്കറിയാം ഈ കാര്യങ്ങളൊക്കെ ചോദ്യങ്ങളായിട്ട് നിങ്ങളിൽ നിന്ന് വരാനുള്ളതാണ്. തീർച്ചയായിട്ടും ചോദിക്കണം. അപ്പോൾ ഇന്ന് നമ്മൾ ആമുഖമായിട്ട് എടുത്തത് യഥാർത്ഥത്തിൽ നമ്മൾ ആധാരവാക്യ ഭാഗങ്ങൾ വായിച്ചു. എന്നിട്ട് നമ്മൾ പറഞ്ഞു ഇതിനെ രണ്ടായിട്ട് തിരിക്കാൻ പോവുകയാണ്. ഒന്ന്, പരിശുദ്ധാത്മാവിൽ സ്നാനം എന്തല്ല എന്ന് നമ്മൾ പഠിക്കും. അതിനുശേഷം പരിശുദ്ധാത്മാവിൽ സ്നാനം എന്താണ് എന്ന് നമ്മൾ പഠിക്കും. പരിശുദ്ധാത്മാവിൽ സ്നാനം എന്ത് ആണ് എന്ന് പഠിച്ചതിന് ശേഷം ഈ പരിശുദ്ധാത്മാവിൽ സ്നാനവുമായി ബന്ധപ്പെട്ടുള്ള അനേക വിഷയങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമുക്കെല്ലാം അറിയാവുന്ന ഒരു വിഷയമാണ് അന്യഭാഷ. അതേക്കുറിച്ച് നമ്മൾ പഠിക്കും, പ്രവചനത്തെ കുറിച്ച് പഠിക്കും. ഈ വിഷയങ്ങളൊക്കെ പഠിച്ചതിന് ശേഷം കർത്താവിന്റെ വരവ് താമസിച്ചാൽ നമ്മുടെ സംശയങ്ങളെല്ലാം അതിനെല്ലാം മറുപടി എന്നാലാവുന്നത് വിശുദ്ധ വചനത്തിൽ നിന്ന് തന്നിരിക്കും. വിശുദ്ധ വചനത്തിൽ നിന്ന് മാത്രമേ മറുപടി ഉള്ളൂ, പുറമേ നിന്ന് മറുപടി ഇല്ല. കാരണം നമ്മൾ പഠിക്കുന്നത് വിശുദ്ധ വചനത്തിലെ വിഷയമാണ്. അതുകൊണ്ട് ചോദ്യം ചോദിക്കുന്നവർ വിശുദ്ധ വചനത്തിൽ നിന്ന് തന്നെ ചോദിക്കുവാൻ കഴിവതും ശ്രമിക്കുക. എന്നാലും ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളാവുന്ന വിധത്തിൽ, കാരണം കർത്താവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷയിലുള്ള എന്റെ പരിചയം വെച്ച് എനിക്ക് ലഭിച്ചിരിക്കുന്ന ഉൾക്കാഴ്ചകൾ ഞാൻ തീർച്ചയായിട്ടും നിങ്ങളോട് പങ്കുവെക്കും. അങ്ങനെ നമ്മൾ ഈ ഒരു ബൈബിൾ ക്ലാസ് മുൻപോട്ട് കൊണ്ടുപോയി പരിശുദ്ധാത്മാവിൽ സ്നാനം എന്ന വിഷയത്തിൽ ദൈവം അനുവദിച്ചാൽ നമ്മളെല്ലാം പരിചയമുള്ളവരും അറിവുള്ളവരും ആയി തീരും. കർത്താവ് നിങ്ങളെല്ലാം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ അവസാനിപ്പിക്കാം. നിങ്ങളുടെ എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും കടപ്പാട് അറിയിക്കുന്ന തുടർന്നുള്ള ആഴ്ചകളിലും കർത്താവ് വരവ് താമസിച്ചാൽ നിങ്ങൾ ചേർന്ന് വരിക, നിങ്ങളുടെ കൂട്ടുകാരെ ഇതിലേക്ക് കൊണ്ടുവരിക. അനേകർ ഇത് കേൾക്കുവാനും ഇത് ധാരാളം നിങ്ങൾ ഷെയർ ചെയ്യുക. അനേകർ ഇത് കേൾക്കുവാനും അവരുടെ സംശയങ്ങൾ ചോദിക്കുവാനും സംശയങ്ങൾ ദൂരീകരിക്കപ്പെടുവാൻ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ പരിഹാസികൾ കുറയണം, അനുഭവസ്ഥർ കൂടണം. ആ ഒരു ആപ്തവാക്യം നമ്മൾ എടുത്തുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിലായിരിക്കും. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദേവദാസനെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നന്ദി.